കഥ ആരംഭിക്കുന്നത് 2015 കോസ്ട്രിക്കയിൽ ഒരു അഡ്വഞ്ചർ റേസ് മത്സരം നടക്കുകയായിരുന്നു. അത്ലറ്റായ മൈക്കിൾ തന്റെ ടീമിനൊപ്പം ആ മത്സരത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. റേസ് എന്ന് പറയുമ്പോൾ വെറുമൊരു റേസിംഗ് മാത്രമല്ല അത്. ആ മത്സരത്തിൽ ഹൈക്കിങ്ങും കയാക്കിങ്ങും നീന്തലും അടക്കം പലതരം ഇനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആദ്യം ഫിനിഷിംഗ് പോയിന്റിൽ ഏത് ടീമാണോ എത്തുന്നത് അവരായിരിക്കും വിജയിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ അന്നൊക്കെ മൈക്കിൾ ഒറ്റകുത്തി സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. ടീമംഗങ്ങൾ പരമാവധി പറഞ്ഞിട്ടും അവരുടെ അഭിപ്രായങ്ങളൊന്നും മാനിക്കാതെ മൈക്കിൾ ഓരോ തവണയും തീരുമാനമെടുത്തു. ഒടുവിൽ കയാക്കിങ്ങിന്റെ സമയത്ത് മൈക്കിൾ എടുത്ത ഒരു തീരുമാനം പാളി. അവരുടെ കയാക്കിംഗ് ബോട്ട് മട്ടിൽപ്പെട്ടു. അതോടെ ആ മത്സരത്തിൽ അവർ പരാജിതരാവുകയുമാണ്. ടീമിലുണ്ടായിരുന്ന ലിയോക്കടക്കം അതിൽ വലിയ ദേഷ്യം തോന്നിയിരുന്നു. കാര്യം ടീമംഗങ്ങൾ പറഞ്ഞതൊന്നും മൈക്കിൾ കേട്ടിട്ടേയില്ലല്ലോ. ലിയോ ദേഷ്യത്തിൽ മൈക്കിളിന്റെ വീഡിയോ എടുത്ത് തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 3 കൊല്ലത്തിനു ശേഷം ആ പരാജയം മൈക്കിളിനെ വല്ലാതെ ബാധിച്ചിരുന്നു. പിന്നീട് എന്തുകൊണ്ടോ അയാൾക്ക് സന്തോഷപ്പെടാനേ കഴിഞ്ഞില്ല. 3 കൊല്ലത്തോളം ഏതെങ്കിലും ഒരു മത്സരത്തിൽ അങ്ങനെ വിജയിക്കണം എന്ന തീരുമാനത്തിൽ അയാൾ കഠിനമായി ട്രെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ മൈക്കിളിന്റെ തുടർച്ചയായ പരിശീലനം റിട്ടയർഡ് സോൾജിയർ കൂടിയായ മൈക്കിളിന്റെ അച്ഛനെ വല്ലാതെ വറീഡാക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ട്രെയിനിങ്ങിൽ ഏർപ്പെടുന്നതുകൊണ്ട് ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം മൈക്കിൾ വളരെ കുറഞ്ഞ സമയമേ ചിലവഴിക്കുന്നുള്ളൂ. അതിന്റെ പരാതിയും അവന്റെ അച്ഛനുണ്ടായിരുന്നു. മൈക്കിൾ അന്ന് അച്ഛനോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. സോൾജറായ അച്ഛൻ റിട്ടയർ ചെയ്തപ്പോൾ ഒരുപാട് മെഡലുകളും അംഗീകാരങ്ങളുമൊക്കെ അച്ഛനെ തേടി എത്തിയിരുന്നു. ഇതുവരേക്കും തനിക്കൊന്നുമാവാൻ സാധിച്ചിട്ടില്ല. താൻ റിട്ടയർ ചെയ്യുമ്പോൾ തന്റെ പക്കലും അതുപോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം എന്നായിരുന്നു മൈക്കിൾ പറഞ്ഞത്. അത് പൂർണ്ണമായും മൈക്കിളിന്റെ അച്ഛന് മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. മൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച ചാമ്പ്യനായാലേ അത്തരത്തിൽ ഒരു തൃപ്തി കിട്ടുമായിരുന്നുള്ളൂ. പൂർണ്ണമായും മൈക്കിളിനെ മനസ്സിലാക്കിയ അച്ഛൻ അവന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നതെന്തോ അത് ചെയ്യാൻ അവനെ ഉപദേശിച്ചു. പക്ഷെ ഒരിക്കലും കഴിഞ്ഞ തവണത്തെ മിസ്റ്റേക്ക് ഇനി ആവർത്തിക്കരുത് എന്നും ഓർമ്മപ്പെടുത്തി. വൈകാതെ അടുത്ത ഇന്റർനാഷണൽ അഡ്വഞ്ചർ കോമ്പറ്റീഷൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എന്ന് മൈക്കിൾ അറിഞ്ഞു. മൈക്കിൾ തന്റെ ഭാര്യ ഹെലനുമായി സംസാരിച്ചു. കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പൊക്കോട്ടെ എന്ന അനുവാദം തിരക്കി. തന്റെ ഭർത്താവിനെ പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്ന ഹെലൻ അതിന് അനുവാദം നൽകുകയാണ്. ബാക്കി ടീംമേറ്റ്സിനെയും സ്പോൺസേഴ്സിനെയും തയ്യാറാക്കാനും ഹെലൻ മൈക്കിളിനെ ഉപദേശിച്ചു. വളരെ ഉത്സാഹത്തോടെ മൈക്കിൾ അതോടെ തന്റെ ടീമിനെ കൂട്ടുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. യാത്രയ്ക്കൊടുവിൽ കാലിഫോർണിയയിൽ താമസിക്കുന്ന തന്റെ സുഹൃത്തുകൂടിയായ മുൻ ടീമംഗം ചിക്കിനടുത്തേക്ക് മൈക്കിൾ എത്തി. ഓൾഡർ റേസർ ആയിരുന്നെങ്കിലും നിലവിൽ മുട്ടുകാലിനൊരു ഇഞ്ചറി പറ്റിയതുകൊണ്ട് അവന്റെ റീകവറി പീരീഡിലായിരുന്നു. മൈക്കിൾ ക്ഷണിച്ചപ്പോ ചിക്കിനതിന് വിസമ്മതിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല ഒരു വീട് വാങ്ങുന്ന ആവശ്യത്തിലേക്ക് ചിക്കിന് പണവും ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ചിക്ക് മൈക്കിളിന്റെ ടീമിൽ ജോയിൻ ചെയ്തു. മൈക്കിൾ അടുത്തതായി പോയത് ക്ലൈംബറായ ഒലീവിയയുടെ അടുത്തേക്കായിരുന്നു. ഒലീവിയയുമായി മൈക്കിൾ സംസാരിച്ചു. ആദ്യം ഒലീവിയ മൈക്കിളിനൊപ്പം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചെങ്കിലും ഒലീവിയയുടെ അച്ഛൻ ഉപദേശിച്ചപ്പോ ഒലീവിയ അതിന് തയ്യാറാവുകയാണ്. ചിക്കും ഒലീവിയയും ടീമിലെത്തിയതോടെ സ്പോൺസറിനെ കാണാൻ മൈക്കിൾ പോയി. മൈക്കിളിന്റെ സുഹൃത്ത് സാമും അവിടുണ്ടായിരുന്നു. പക്ഷേ മൈക്കിളിന്റെ ടീമിൽ ചിക്കുണ്ടെന്നറിഞ്ഞതും സ്പോൺസേഴ്സ് അല്പം അടിക്കുകയാണ്. കാരണം ലെഗ് ഇഞ്ചറി കാരണം മുമ്പ് മത്സരത്തിൽ നിന്ന് ചിക്കിനെ ഒഴിവാക്കിയിരുന്നതാണ്. ചിക്കിപ്പോ റീകവറായി എന്നൊക്കെ മൈക്കിൾ സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും സ്പോൺസേഴ്സ് അടുക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സ്പോൺസേഴ്സ് ഒരു ഓഫർ മുമ്പിലേക്ക് വെച്ചു. അവരുടെ പഴയ ടീംമേറ്റ് ആയിരുന്ന ലിയോയെ മൈക്കിൾ ടീമിലേക്ക് കൊണ്ടുവന്നാൽ സ്പോൺസർഷിപ്പിനെ പറ്റി ആലോചിക്കാം എന്ന തരത്തിലായിരുന്നു അത്. കാരണം ലിയോ ഇപ്പോ ഒരു സോഷ്യൽ സെലിബ്രിറ്റി കൂടിയാണ്. ലിയോ അവരുടെ ടീമിൽ വന്നാൽ ടീം ശ്രദ്ധ നേടും. അവരെ സ്പോൺസർ ചെയ്താൽ കമ്പനിക്കും ഗുണമുണ്ടാകും. സാമും മൈക്കിളും അതിനെപ്പറ്റി സംസാരിച്ചു. മൈക്കിളിന് മുമ്പിൽ ലിയോയെ കൂട്ടാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ആദ്യമൊന്നും ലിയോയെ കൂട്ടുന്നത് പോലും ചിന്തിക്കാൻ മൈക്കിളിന് പറ്റുമായിരുന്നില്ല. കാരണം ഏവരും വെറുക്കുന്ന ഒരാളായി മൈക്കിൾ മാറുവാൻ കാരണം ലിയോ ഇട്ട പോസ്റ്റ് ആയിരുന്നു. പക്ഷെ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് മൈക്കിൾ ലിയോയുടെ മുമ്പിലെത്തി. ലിയോ വന്ന് ഒരു ഫോട്ടോഷൂട്ടിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലിയോയെ കണ്ട മൈക്കിൾ കാര്യങ്ങൾ പറഞ്ഞു. സ്പോൺസർ ടീം ലിയോ ടീമിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്യില്ല. ഒലീവിയയും ചിക്കും ടീമിലുണ്ട് എന്നുകൂടി മൈക്കിൾ വ്യക്തമാക്കി. ചിക്കിന്റെ കാല് ശരിയായോ എന്നായിരുന്നു ലിയോ ചോദിച്ചത്. അവൻ റീകവർ ചെയ്തു എന്ന് മൈക്കിൾ ലിയോയോട് പറഞ്ഞു. ലിയോ വന്ന് മൈക്കിളിനോട് തറപ്പിച്ചൊരു കാര്യം ആവശ്യപ്പെട്ടു. പഴയ പോലെയാണെങ്കിൽ ഞാനില്ല. ടീംമേറ്റ്സ് എന്ന നിലയിൽ ഞങ്ങളുടെ വാക്കുകൾക്ക് മൈക്കിൾ വില കൽപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ടീമിൽ ജോയിൻ ചെയ്യാൻ താൻ തയ്യാറാണ്. പഴയ പോലെ
താൻ സെൽഫിഷായി പെരുമാറില്ലെന്നും ഏവരും ടീമിൽ തുല്യരാണെന്നും ഓരോരുത്തരുടെ അഭിപ്രായത്തിനും വാല്യൂ ഉണ്ടാകുമെന്നും മൈക്കിൾ ഉറപ്പു നൽകി. അങ്ങനെ ലിയോയും ടീമിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. വർഷങ്ങളായി മൈക്കിളുമായി സൗഹൃദമുള്ള ലിയോയ്ക്ക് മൈക്കിളിനോട് നോ പറയണം എന്നൊരു ഘട്ടത്തിലും ഉണ്ടായിരുന്നേയില്ല. ഒടുവിൽ സ്പോൺസർഷിപ്പ് ഫണ്ടും ഒക്കെയും റെഡിയായതും ടീമംഗങ്ങൾ മുഴുവൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തിയവർ ചെറിയ വാമപ്പും പ്രീ റേസിംഗ് ട്രെയിനിങ്ങും നടത്തി. അന്ന് രാത്രിയിലായിരുന്നു മത്സരത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത്. 435 മൈലാണ് മത്സര ദൂരം. ആരംഭിക്കുന്ന ഇടത്തുനിന്നും അത്ലറ്റുകൾക്ക് ഏത് വഴി വേണമെങ്കിലും സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരാം. ആദ്യം ലക്ഷ്യസ്ഥാനത്ത് ആരെത്തിച്ചേരുന്നോ അവരായിരിക്കും വിജയികളായി പ്രഖ്യാപിക്കപ്പെടുക. ഇഷ്ടമുള്ള വഴികൾ തിരഞ്ഞെടുക്കാം എന്നത് ഓരോ പാർട്ടിസിപ്പൻസിനെയും സന്തോഷിപ്പിക്കുന്ന കാര്യമായിരുന്നു. അടുത്ത ദിവസം മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് 4 കൂട്ടുകാരും ഒന്നിച്ചുകൂടി. മൈക്കിൾ തന്റെ ടീംമേറ്റ്സിനോട് പറഞ്ഞു, എന്തു തന്നെ കഷ്ടതകൾ നേരിടേണ്ടി വന്നാലും തോറ്റ് പിന്മാറരുത്, വിജയിക്കണം. ആ സമയമാണ് ഒലീവിയ അത് പറയുന്നത്. തന്റെ അച്ഛന് ക്യാൻസർ ആണ്, അദ്ദേഹം ചികിത്സയിലുമാണ്. ഈ മത്സരത്തിൽ നമുക്ക് വിജയിക്കണം. മരിക്കുന്നതിന് മുമ്പ് ഞാൻ വിജയിച്ചാൽ അദ്ദേഹം എന്നെയോർത്ത് അഭിമാനപ്പെടും. അങ്ങനെ വൈകാതെ റേസ് ആരംഭിച്ചു. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ജംഗിൾ ട്രെക്കിംഗ് ആണ്. 29 മൈൽ ദൂരമായിരുന്നു കാട്ടിലൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടിയിരുന്നത്. അതായത് ഏകദേശം 47 കിലോമീറ്റർ ദൂരം. കാടായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അവരെ ട്രാക്ക് ചെയ്യാനും സഹായിക്കാനും ഹെലനും മകളും ഉണ്ടായിരുന്നു. മൈക്കിളും സംഘവും ശരീരത്തിൽ ട്രാക്കിംഗ് ഡിവൈസ് പിടിപ്പിച്ചിരുന്നു. ഹെലൻ അത് വെച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും അവരെ ട്രാക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ ഘട്ടം കഴിഞ്ഞ് അവർ ട്രാൻസിഷൻ ഏരിയയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും സൈക്കിൾ റേസ് ആണ് സംഭവിക്കുക. അവിടെ വെച്ച് അല്പനേരത്തെ വിശ്രമ സമയത്ത് മൈക്കിൾ ഒരു തെരുവുനായയെ കണ്ടു. പരിക്കേറ്റ അവശതയിലുണ്ടായിരുന്ന ആ തെരുവുനായയ്ക്ക് തനിക്ക് കഴിക്കാനുണ്ടായിരുന്ന കുറച്ച് മീറ്റ് ബോൾസ് മൈക്കിൾ ഇട്ടുകൊടുത്തു. വൈകാതെ 2-3 സ്റ്റേജുകൾ ആരംഭിക്കുകയാണ്. ഓൾ ടെറൈൻ സൈക്ലിംഗ് ആയിരുന്നു ആ സ്റ്റേജിൽ സംഭവിക്കുക. ഏകദേശം 187 മൈൽ ദൂരമാണ് അവർക്ക് സഞ്ചരിക്കേണ്ടത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 301 കിലോമീറ്റർ. യാത്രക്കിടയിൽ നമുക്കൊരു ഷോർട്ട് കട്ട് എടുക്കാം എന്ന് ചിക്ക് പറഞ്ഞു. അങ്ങനെ കാടിനുള്ളിലൂടെയുള്ള പാതയിലൂടെ അവർ ഷോർട്ട് കട്ട് എടുത്ത് സഞ്ചരിക്കാൻ തുടങ്ങി. പക്ഷെ അവർ എത്തിച്ചേർന്നത് ഒരു ഡെഡ് എൻഡിലായിരുന്നു. അവർക്ക് മുമ്പിലുള്ളത് വലിയൊരു മലയാണ്. ആ മല കയറുകയല്ലാതെ മറ്റു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതോടെ സൈക്കിൾ ദേഹത്ത് കെട്ടി അവരൊക്കെ മല കയറാൻ ആരംഭിച്ചു. ഇതേ സമയം മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. ട്രാൻസിഷൻ ഏരിയയിൽ വെച്ച് മൈക്കിൾ ഒരു നായയ്ക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തിരുന്നല്ലോ. ആ നായ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മൈക്കിളും സംഘവും കഷ്ടപ്പെട്ട് ആ മല കയറിയെത്തി. അപ്പോൾ മുമ്പിലുള്ളതോ വലിയൊരു മലയിടുക്കാണ്. അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു. കൂടുതൽ ആലോചിക്കാൻ നേരമില്ല. സൈക്കിളും ദേഹത്ത് തൂക്കി സിപ്പ് ലൈനിലൂടെ ഊർന്ന് മറുവശത്തെത്തുവാൻ അവർ തീരുമാനിക്കുകയാണ്. ആദ്യം ചിക്കും രണ്ടാമത് ലിയോയും അത്തരത്തിൽ മുമ്പോട്ട് സഞ്ചരിച്ചു. മൂന്നാമതായി ഒലീവിയ ആയിരുന്നു പോയത്. പക്ഷെ ഒലീവിയ നടുക്കുവെച്ച് സ്റ്റെക്കായി. അത് കണ്ടതും മൈക്കിൾ ഒലീവിയയുടെ അടുത്തേക്ക് ഊർന്നിറങ്ങിയെത്തി. ശേഷം വളരെയധികം ബുദ്ധിമുട്ടി ഒലീവിയെ സഹായിച്ച് അവിടെ നിന്ന് ഇരുവരും സിപ്ലൈന്റെ മറുവശം കടന്നു. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ 4ാമത്തെ ട്രാൻസിഷൻ ഏരിയയിലേക്ക് എത്തിച്ചേരുകയാണ്. ആ പോസ്റ്റിൽ നിന്നും അടുത്ത ഘട്ടത്തെ യാത്ര ബൈ ഫൂട്ടാണ്. മലഞ്ചെരുവിലൂടെയും കൃഷിയിടത്തിലൂടെയും ഓടിയും നടന്നുമായി അവർ മുമ്പോട്ട് നീങ്ങണം. നീണ്ട ഒരു യാത്രയായിരുന്നു അതും. രാത്രിയോടെ അവരവരുടെ 6th പോസ്റ്റിൽ എത്തിച്ചേർന്നു. നീണ്ട യാത്രയായതുകൊണ്ട് 35 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. കിടന്നാൽ ഉറങ്ങിപ്പോകും എന്നുറപ്പുണ്ടായിരുന്നു. തനിക്ക് എനർജിയുണ്ട് എന്ന് മനസ്സിലാക്കിയ മൈക്കിൾ ഉറങ്ങാൻ കൂട്ടാക്കിയില്ല. 35 മിനിറ്റ് ആയതും ഏവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും അവർ യാത്ര തുടങ്ങി. സ്റ്റേജ് 7ഉം 8ഉം നൈറ്റ് റണ്ണിങ്ങും ട്രെക്കിങ്ങുമാണ്. രാത്രി കാടിലൂടെ സഞ്ചരിക്കണം. പക്ഷെ മുന്നോട്ടുള്ള യാത്രയിൽ ഒന്ന് സംഭവിച്ചു. കാലുടുക്കി ചിക്ക് താഴെ വീണു. മുട്ട് കൊണ്ടുപോയി ഇടിച്ചു. അതോടെ പഴയ ഇഞ്ചുറി ചിക്കിന് തിരികെ എത്തി. കാലുവേദനയുള്ളതുകൊണ്ട് ചിക്കിന് സഞ്ചരിക്കൽ പ്രയാസമായിരുന്നു. ചിക്കിന്റെ ബാഗ് കൂടി അതോടെ തൂക്കുന്ന ദൗത്യം മൈക്കിൾ ഏറ്റെടുത്തു. യാത്ര കുറച്ചു ദൂരം പിന്നിട്ടതും പരിക്കേറ്റ ചിക്ക് റെസ്റ്റ് വേണമെന്നാവശ്യപ്പെട്ടു. മൈക്കിൾ അതിനനുവദിച്ചു. അവരൊക്കെ റെസ്റ്റ് എടുത്തിരിക്കാൻ തുടങ്ങി. ഈ സമയം ലിയോ ആകട്ടെ സെൽഫോണിൽ ഫോട്ടോ എടുക്കാനും മറ്റും തുടങ്ങിയിരുന്നു. മൈക്കിളിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ലിയോയുടെ ഫോൺ വാങ്ങി മലയിടുക്കിലേക്ക് മൈക്കിൾ വലിച്ചെറിഞ്ഞു. ലിയോക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇരുവരും തമ്മിൽ വലിയ വാക്കുതർക്കം തന്നെ സംഭവിച്ചു. ഫുള്ളായി റീകവർ ആവാത്ത ചിക്കിനെ മത്സരത്തിൽ കൂട്ടിയതിന്റെ പേരിൽ ലിയോ വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കാൻ ആരംഭിച്ചു. അവരുടെ തർക്കം തുടർന്നുകൊണ്ടിരിക്കെയാണ് അങ്ങോട്ടേക്ക് ആ നായ വന്നു നിൽക്കുന്നത്. മുമ്പ് മൈക്കിൾ കുറച്ച് ഭക്ഷണം കൊടുത്തിരുന്നല്ലോ, അതേ നായ തന്നെ. ആദ്യത്തെ പോസ്റ്റിൽ നിന്ന് അത്രയധികം കിലോമീറ്റർ ദൂരം ഇപ്പോൾ അവർ നിൽക്കുന്നിടത്തേക്കുണ്ട്. എന്നിട്ടും അവരെ പിന്തുടർന്ന് ആ നായ അവിടം വരെ എത്തി എന്നത് അവരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. ആ നായയോട്
സഹതാപം തോന്നിയവർ തങ്ങളുടെ ടീമിലേക്ക് ആ നായയെയും കൂട്ടിക്കൊണ്ട് കൂടെ കൂട്ടി പോകുവാൻ തീരുമാനിക്കുന്നു. ലിയോ ആയിരുന്നു ടീമിന്റെ മുൻനിരയിൽ അപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ലിയോ മുന്നോട്ട് ഓടി നടന്നുകൊണ്ടിരിക്കെ കൂടെയുണ്ടായിരുന്ന നായ മുമ്പിൽ ഓടിച്ചെന്ന് നിന്ന് ലിയോയെ ബ്ലോക്ക് ചെയ്തു. മുന്നോട്ട് നടന്നെത്തിയവർ നായയുടെ അടുത്തെത്തി താഴേക്ക് നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം കാണുന്നത്. മുമ്പിൽ അത്രമേൽ വലിയൊരു കൊക്കയായിരുന്നു. തങ്ങളെ സഹായിച്ച ആ നായയോട് ലിയോക്ക് വലിയ കടപ്പാട് തന്നെ തോന്നി. നായയെ കൂടെ കൂട്ടിയ തീരുമാനത്തിൽ മൈക്കിളിനെ ലിയോ അഭിനന്ദിക്കുകയും ചെയ്തു. എന്തായാലും അവിടെ നിന്ന് വഴിമാറി സഞ്ചരിച്ച് പിറ്റേന്ന് പുലർച്ചെ അവർ താഴ്വാരത്തെത്തി. ഒരു നദീതീരത്തെത്തിയപ്പോൾ അവിടെ കുറച്ചു നേരം വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. അവർക്ക് മുമ്പിൽ വഴികാട്ടാൻ അവരുടെ നായയും ഉണ്ടായിരുന്നു. കുറച്ചു നേരത്തെ വിശ്രമത്തിനൊടുവിൽ വീണ്ടും അവർ സഞ്ചാരം തുടങ്ങി. പതിയെ ചതുപ്പിലൂടെ താണ്ടിക്കടന്ന് 9ാമത്തെ സ്റ്റേജായ ഹൈക്കിംഗ് അടക്കം നിർവഹിച്ച് അവർ മുന്നേറിക്കൊണ്ടിരുന്നു. പക്ഷേ ഹൈക്കിങ്ങിനിടയിൽ അവശതയിൽ ലിയോ ഛർദ്ദിക്കാൻ ആരംഭിച്ചു. അതോടെ മറ്റു വഴികളില്ലാതെ അവർ വീണ്ടും റെസ്റ്റ് എടുക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇത്തവണ റെസ്റ്റ് എടുക്കുമ്പോൾ അവരുടെ കൂടെയുള്ള ടീംമേറ്റായി മാറിക്കഴിഞ്ഞ പ്രിയപ്പെട്ട നായ്ക്ക് ഒരു പേര് കൊടുക്കാൻ മൈക്കിൾ തീരുമാനിച്ചു. ഏവരും കൂടി ആർത്തർ ദ കിങ് എന്ന പേര് ആ നായക്കിടുകയാണ്. വീണ്ടും യാത്ര തുടങ്ങി. യാത്രയ്ക്കൊടുവിൽ അവർ റിവർ സൈഡിലേക്ക് എത്തിച്ചേർന്നു. യാത്ര വേഗത്തിലാക്കാൻ ബോട്ട് ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. നിയമപ്രകാരം അത് തടസ്സമില്ലാത്ത കാര്യവുമാണ്. അങ്ങനെ 10ാമത്തെ ട്രാൻസിഷൻ ഏരിയയിലേക്ക് വിദഗ്ധമായി അവർ എത്തിച്ചേർന്നു. ആ പോസ്റ്റിൽ ആദ്യമായി എത്തിച്ചേരുന്നത് അവരായിരുന്നു. ഷോർട്ട് കട്ട് എടുത്തതുകൊണ്ട് മാത്രമായിരുന്നു അവർ അത്ര വേഗത്തിൽ അവിടെ എത്തിച്ചേർന്നത്. മറ്റ് ടീമംഗങ്ങളൊന്നും എത്തിയിട്ടില്ല. അത് കേട്ടതും അവരൊക്കെ സന്തോഷിക്കുന്നുണ്ട്. കാരണം വിജയമിനി തെല്ലകലെ മാത്രമാണ്. ലിയോയുടെ കണ്ടീഷൻ മോശമായിരുന്നു. ലിയോ എന്നാലും പുറപ്പെടാമെന്ന് പറഞ്ഞെങ്കിലും മൈക്കിൾ സമ്മതിച്ചില്ല. വിജയത്തെക്കാളും വലുത് ടീമംഗങ്ങളുടെ സുരക്ഷയാണെന്ന് പറഞ്ഞ മൈക്കിൾ ലിയോക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് ലിയോ വല്ലാതെ സന്തോഷിച്ചിരുന്നു. മൈക്കിളിന്റെ ഓർഡറിന് ലിയോ വഴങ്ങുകയും ചെയ്തു. അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയം തന്റെ ഉള്ളിൽ അത്ര നേരമുണ്ടായിരുന്ന ആ സംശയം ചിക്ക് മൈക്കിളിനോട് തിരക്കി. എന്തുകൊണ്ടാണ് മത്സരത്തിന്റെ തലേ ദിവസം എത്തുന്ന രീതിയിലേക്ക് നമ്മൾ വൈകിപ്പോയത്? സ്പോൺസേഴ്സ് ഉള്ളപ്പോ അതിനു മുമ്പൊക്കെ എത്താറുള്ളതാണല്ലോ എന്നായിരുന്നു ആ ചോദ്യം. മൈക്കിൾ ആദ്യം പറയാൻ കുറച്ച് മടിച്ചെങ്കിലും ചിക്ക് നിർബന്ധം പിടിച്ചപ്പോ മൈക്കിളുള്ള സത്യങ്ങൾ പറഞ്ഞു. പറഞ്ഞ സമയത്ത് സ്പോൺസേഴ്സ് പണം കൊടുത്തിരുന്നില്ല. മാത്രമല്ല സ്പോൺസേഴ്സ് കൊടുക്കുന്ന $50,000 ചിലവിന് തികയുകയുമുണ്ടായിരുന്നില്ല. മൈക്കിൾ അതിനുവേണ്ടി തന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തു. തന്റെ വീടടക്കം പണയം വെച്ചു. അങ്ങനെ പണമുണ്ടാക്കിയാണ് മത്സരത്തിന് അവരെയൊക്കെ കൊണ്ടുവന്നത്. അത് കേട്ടതും ചിക്കിന് അതിശയം തന്നെ തോന്നിയിരുന്നു. ഈ മത്സരം മൈക്കിളിന് എത്രമേൽ വിലപ്പെട്ടതാണ് എന്ന ആ നിമിഷമാണ് ചിക്ക് മനസ്സിലാക്കുന്നതും. കുറഞ്ഞ നേരത്തെ ട്രീറ്റ്മെന്റിനൊടുവിൽ ലിയോ തന്റെ ആരോഗ്യം വീണ്ടെടുത്തു. വൈകാതെ അവർ വീണ്ടും യാത്ര തുടരുകയാണ്. അവർ യാത്ര തുടങ്ങാൻ പോകുമ്പോഴേക്ക് മറ്റ് ടീമുകൾ എത്തിത്തുടങ്ങിയിരുന്നു. പക്ഷേ ഷോർട്ട് കട്ട് എടുക്കാതെ യാത്ര ചെയ്തു വന്നവർ വലിയ ക്ഷീണിതരായി കാണപ്പെട്ടിരുന്നു. മൈക്കിളും സംഘവും ഫിനിഷ് ലൈൻ ലക്ഷ്യമാക്കിയുള്ള തങ്ങളുടെ യാത്ര തുടങ്ങി. ഇതേ സമയം മൈക്കിൾ കിങ് ആർത്തറെ ദത്തെടുത്ത കാര്യവും അവനും തങ്ങളുടെ ടീമംഗമാണ് എന്ന് പറഞ്ഞ കാര്യവും വാർത്തയായി കഴിഞ്ഞിരുന്നു. ഹെലനും മകളും ആ വാർത്ത കമ്പ്യൂട്ടറിൽ വായിക്കുകയും ചെയ്തു. മൈക്കിളും സംഘവും ഒടുവിൽ അവരുടെ അവസാനത്തെ പോസ്റ്റിലെത്തി. അവിടെ നിന്ന് കയാക്ക് ചെയ്തിട്ട് വേണമായിരുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ. ആദ്യഘട്ടത്തിൽ ആർദ്രയും തങ്ങളുടെ കൂട്ടത്തിൽ കയാക്കിൽ കയറ്റിക്കൊണ്ടു പോകുവാൻ മൈക്കിൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ കയാക്ക് വളരെ ചെറുതായതുകൊണ്ട് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും വിജയസാധ്യത ഇല്ലാതാക്കും എന്ന തരത്തിലും ടീമംഗങ്ങൾ മൈക്കിളിനോട് വാദിച്ചു. അപ്പോഴേക്കും മറ്റ് ടീമംഗങ്ങളും എത്തിച്ചേർന്നു തുടങ്ങിയിരുന്നു. അതോടെ മറ്റു വഴിയില്ലാതെ തന്റെ ടീമംഗങ്ങളുടെ വാക്കുകേട്ട് ആർദ്രയോട് അവിടെ യാത്ര പറഞ്ഞ് മൈക്കിളും ടീമംഗങ്ങളും കയാക്കെടുത്ത് മുമ്പോട്ട് തുഴഞ്ഞു പോവുകയാണ്. ഈ സമയം കൊണ്ട് മറ്റൊരു ടീം തുഴഞ്ഞ് അവർക്ക് മുമ്പിൽ എത്തിയിരുന്നു. മൈക്കിളും ടീമും അവരെക്കാൾ മുമ്പിലെത്തി മികച്ച രീതിയിൽ തുഴഞ്ഞു മുന്നേറിപ്പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനോടകം മൈക്കിളിനെ വല്ലാതെ സ്നേഹിച്ചു തുടങ്ങിയ ആർദർ തന്റെ ടീമിനെ വിട്ടുപോവാൻ ഒരുക്കമായിരുന്നില്ല. അവരുടെ കൂടെ പോകുവാൻ നദിയിലേക്ക് ചാടിയിറങ്ങിയ ആർദർ കയാക്കിന് പിന്നാലെ നീന്താൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ തുഴഞ്ഞ് ആദ്യം എത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു മൈക്കിൾ. വിജയിക്കും എന്നുറപ്പുണ്ടായിരുന്ന ഘട്ടം. പക്ഷെ അപ്പോഴാണ് ആർദർ തങ്ങൾക്ക് പിന്നിൽ നീന്തി വരുന്നത് മൈക്കിൾ കാണുന്നത്. അവശതയിൽ ആർദർ മുങ്ങിപ്പോകും എന്ന ഘട്ടമെത്തിയിരുന്നു. ആർദറിനെ അങ്ങനെ വിട്ടുകളയുവാൻ മൈക്കിളിന് മനസ്സ് വന്നില്ല. അവൻ കയാക്ക് തിരിച്ചു തുഴഞ്ഞു. മുങ്ങിത്താഴുമായിരുന്ന ആർദറിനെ പിടിച്ച് കയാക്കിലേക്ക് കയറ്റി. ടീമംഗങ്ങളും മൈക്കിളിനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ടേക്ക് തിരികെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നിലുണ്ടായിരുന്ന ടീം അവരുടെ മുന്നിൽ കയറിപ്പോയി. പക്ഷേ ആർക്കും തന്നെ മൈക്കിളിനെ കുറ്റപ്പെടുത്താനുണ്ടായിരുന്നില്ല. ആർദറും തങ്ങളുടെ ടീമിലെ അംഗമാണ് എന്നവർ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. ആർദറിനെയും കൂട്ടി അവർ മുമ്പോട്ട് തുഴഞ്ഞു. 2ാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തത്. പക്ഷേ അത്തവണ ഫിനിഷ് ചെയ്യുമ്പോൾ അവർക്കതിൽ കുറ്റബോധമേ തോന്നിയില്ല.
2ാം സ്ഥാനത്തങ്ങനെ ഫിനിഷ് ചെയ്തത് അവരെ സന്തോഷിപ്പിച്ചിരുന്നു. ഈ സമയം അവിടുണ്ടായിരുന്ന ആർതർ അവശതയിൽ കുഴഞ്ഞു വീണു. മൈക്കിൾ ഉടനടി ആർതറിനെ പൊക്കിയെടുത്ത് അടുത്തുള്ള വെറ്ററിനറി ആശുപത്രിയിൽ എത്തിച്ചു. ആർതർ മുമ്പ് ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിന്റെ പരിക്കുകളിൽ പാരസൈറ്റുകൾ പിടിച്ച് അവന്റെ ആരോഗ്യം ഏറെ ബുദ്ധിമുട്ടിലാണ്, ഒരുപാട് വേദന ആർതർ തിന്നുന്നുണ്ട് എന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. ആർതറിനെ ദയാവധം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നും ഡോക്ടർ ഉപദേശിച്ചു. പക്ഷേ മൈക്കിളിന് ആർതറിനെ അങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ആർതറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ മൈക്കിളിന് സാധിക്കില്ല എന്നും ആ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പക്ഷേ മൈക്കിൾ തോറ്റു പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. അത്രമേൽ ആർതറിനെ മൈക്കിൾ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. ആർതറിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റുകൾ മുഴുവൻ മൈക്കിൾ അവിടെ നിന്ന് ചെയ്തു. എങ്ങനെയും ആർതറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം, നല്ല ചികിത്സ നൽകണം എന്ന് മൈക്കിൾ തീരുമാനിച്ചിരുന്നു. അന്ന് ആ ക്ലിനിക്കിൽ നിന്നും ആർതറുമായി മൈക്കിൾ തിരികെ പോന്നു. ഹോട്ടൽ റൂമിൽ താമസിക്കാൻ അകത്തേക്ക് കയറാൻ ആർതറിനെ മൈക്കിൾ നിർബന്ധിച്ചെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന ട്രോമ കൊണ്ട് ആർതർ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. മൈക്കിൾ അതുകൊണ്ട് തന്നെ ആർതറിനൊപ്പം ആ ഹോട്ടലിന് വെളിയിലായിരുന്നു ഉറങ്ങിയത്. പിറ്റേന്ന് ലിയോ വന്നിട്ടായിരുന്നു മൈക്കിളിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. ഫ്രഷായി അവർ നേരെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ മൈക്കിൾ എത്തുമ്പോൾ കൈയടിച്ച് ഒരുപാട് പേർ മൈക്കിളിനെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ 1ാം സ്ഥാനത്ത് വിജയിച്ച് എതിരാളി ടീമും ഉണ്ടായിരുന്നു. മൈക്കിളിന്റെ സെൽഫിഷ്നെസ് ആയ പ്രവൃത്തിയും ആർതറിനു വേണ്ടി 2ാം സ്ഥാനം ഏറ്റുവാങ്ങിയതുമൊക്കെ അതിനോടകം ചർച്ചയായി കഴിഞ്ഞിരുന്നു. ഫസ്റ്റ് അടിച്ച ടീമിലെ ലീഡർ പോലും അത് ശരിയാണ് എന്ന് സമ്മതിച്ചു. അടുത്ത ഘട്ടം ആർതറിനെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ പെർമിഷൻ കിട്ടുക എന്നതായിരുന്നു. എല്ലാ അത്ലറ്റുകളും മൈക്കിളിന്റെ കൂടെ നിന്നു. ഒടുവിൽ മൈക്കിളിന് അതിനുള്ള അവകാശവും ലഭിച്ചു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ ആർതറുമായി മൈക്കിൾ അമേരിക്കയിലേക്ക് എത്തി. അതിനോടകം മൈക്കിളിന്റെ കഥ പ്രശസ്തമായി കഴിഞ്ഞിരുന്നു. നിരവധി പേർ അവിടെ ആർതറിനെയും മൈക്കിളിനെയും സ്വീകരിക്കാൻ എത്തിച്ചേർന്നു. കൂട്ടത്തിൽ ആർതറിന്റെ ഭാര്യ ഹെലനുമുണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും നല്ല വെറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് മൈക്കിൾ ആർതറിനെ കൊണ്ടുപോയി. അവർ ആർതറിന് വേണ്ട ചികിത്സകൾ നൽകി. ഒരുപാട് ആളുകൾ ആർതറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മൈക്കിളിനടുക്കൽ വെളിയിലിരുന്നപ്പോൾ ഹെലൻ പറഞ്ഞു. കൂട്ടത്തിൽ താൻ ഗർഭിണിയാണ് എന്ന സന്തോഷ വാർത്തയും മൈക്കിളിനോട് പങ്കുവെച്ചു. മൈക്കിളിന് വലിയ സന്തോഷം തന്നെ തോന്നിയിരുന്നു. പിന്നീട് 18 മാസങ്ങൾക്ക് ശേഷം ആർതർ തന്റെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുത്തു. മൈക്കിളിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി മൈക്കിളിന്റെ കുടുംബത്തിനൊപ്പം ആർതർ ജീവിക്കാൻ ആരംഭിച്ചു. ഏറെ സന്തോഷത്തോടെ ആ കുടുംബം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.